ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഇവിടെ വരെയായിരുന്നു. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫ്ലോസ് അല്ലെ, കൺസ്ട്രെയിൻസ് ആൻഡ് സ്യൂഡോ കോഡ്, അതുവരെയായിരുന്നു നമ്മൾ പറഞ്ഞത്. അത്രയും ഓക്കെ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഖലീഫ No, miss. ഓക്കെ ആണല്ലോ അല്ലെ? റിലേഷണൽ ഓപ്പറേറ്ററും അതൊക്കെ ഈസി ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞോ? ഇതൊക്കെ പറഞ്ഞല്ലേ? അല്ല, ഇത് ഞാൻ മറ്റേ നോട്ട് വെച്ച സ്യൂഡോ കോഡ് പറഞ്ഞത്. ഇത് പറഞ്ഞു ഓർക്കുന്നില്ലേ? റീഡ് എ ബി സി ഡി ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു സി. ഇത് അലിഫ നമ്മള് തന്ന നോട്ട്സ് ആണ്. മറ്റേതിൽ ഞാൻ എന്റെ നോട്ട്സ് അല്ലായിരുന്നു ഇന്നലെ കാണിച്ചത്. 1 സെക്കൻഡ് കേട്ടോ. രണ്ടും രണ്ട് നോട്ട്സ് ആണെന്നേ ഉള്ളൂ, ബിക്കോസ് അത് സെയിം ടോപ്പിക് തന്നെയാണ്. സെക്കൻഡ് വൺ തുടങ്ങിയോ? അത് നോർമലി ഒന്നിച്ചാണോ ആ നോട്ട്? ഒറ്റ ഇതിലായിട്ടായിരുന്നു എല്ലാ ഇതും കൂടെ. ഇത് സെപ്പറേറ്റ്, ഇത് ആ ടെക്സ്റ്റ് ബുക്കിന്റെ കോപ്പി അല്ലേ ഇത് നിങ്ങൾ ഇട്ടിരിക്കുന്നത്? ഇതിൽ ഓരോ ടോപ്പിക്സ് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മൊഡ്യൂൾ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്, ഇതിനകത്ത് ചാപ്റ്റർ ആയിട്ട്. ഒരു മിനിറ്റ്, ഞാൻ ഇന്നലത്തെ നോട്ട് കാണിക്കും. നമ്മള് ടവർ ഓഫ് ഹോനായി അല്ലേ പറഞ്ഞു നിർത്തേ? ഹലോ അലീഫ, കേൾക്കുന്നുണ്ടോ? യെസ് മിസ്. ഓക്കെ, ടവർ ഓഫ് ഹോനായി അല്ലായിരുന്നോ നമ്മൾ പറഞ്ഞു നിർത്തിയേ? ആ, ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യുന്ന നോട്ട് ഇതാണോ? ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നത് ഇതാണോ? അല്ല. വേറെ സ്പെസിഫിക് നോട്ട്സ് ഉണ്ടാവല്ലോ. അല്ല, ഇത് സെൻഡ് ചെയ്തോണ്ട് ചോദിച്ചതാ. ഇതാണ് പർട്ടിക്കുലർലി എക്സാമിന് ഫോക്കസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഇതാണോ? ഞാൻ ഇതല്ല ഞാൻ സെൻഡ് ചെയ്തത്. ഈ നോട്ട്സ് അല്ലേ? ഇത് കേച്ചുവിന്റെ നോട്ട്സ് അല്ലേ? ഒരു സെക്കൻഡ്. സെക്കൻഡ്, ഞാനൊന്ന് നോക്കിയോട്ടെ. ഇതല്ലെന്നാണ് പറയുന്നത്, ഈ നോട്ട്സ് അല്ലെന്നാണ് പറയുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്ക് അല്ലേ, ഇത് പഠിപ്പിക്കാറില്ല. നോട്ട്സ് സാറിന് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്, സാറിനോടൊന്ന് ചോദിച്ചു.
സ്ക്രീൻ കാണുന്നുണ്ടോ അലിഫ? കാണാവോ? യെസ് യെസ്. ഓക്കെ, ഇതല്ലേ നോട്ട്? ആ ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയെടുത്ത് ഇനീഷ്യൽ സിറ്റുവേഷൻ, ഗോള്, സെറ്റ് ഓഫ് റിസോഴ്സസ്, ഇതല്ലേ നിങ്ങൾ നോർമലി ഇതാണല്ലോ അല്ലെ ഫോളോ ചെയ്യുന്നത്? ആ ആ ഓക്കെ. അഡാപ്റ്റേഷൻ, എഫിഷ്യൻസി, ട്രയൽ, അൽഗോരിതം. ഇതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഉം, ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് കണ്ടല്ലോ, ഈ പ്രോബ്ലം സോൾവിങ്ങിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് കണ്ടില്ലേ? ഉം. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ സ്റ്റേറ്റിന് എന്താ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് റൂൾ യൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഓക്കെ, ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ ഇങ്ങനെ കണ്ടു. ഇതിനകത്ത് റൂൾസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു. ഇനി ഇതിനകത്ത് നിന്ന് നമ്മൾ 3 ഡിസ്കുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് ആണല്ലോ. ഇത് ബി സി എ ബി സി ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ടവലോഹാനായി പസിൽസ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, ഇതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡിസ്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും ലോവർ ഡിസ്ക് അടിയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ക്ലിയർ ചെയ്തോ? അപ്പൊ നമ്മളെ കമ്പാരിസണിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് സോൾവിങ് പ്രോസസ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ മിനിമം നമ്പർ ഓഫ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് അറ്റ് എ ടൈമിൽ ഒരെണ്ണേ പാടുള്ളൂ. പിന്നെ 2n-1 ആണ് ഇതിന്റെ മിനിമം നമ്പർ ഓഫ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. എന്നു പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിസ്ക് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് ഡിസ്ക് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് എത്ര ഡിസ്കുകളുണ്ടോ അത്രയും നമ്പർ ഓഫ് ഡിസ്കിനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ 2n-1 വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ n എത്രയാണേലും ഇപ്പൊ നമ്മൾ നോർമൽ 2n3 ആണ്, 3-1 എന്ന് എടുക്കാം. ഇപ്പൊ 2 ആണ്, 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെടുക്കാം, നമുക്ക് 4 എന്ന് എടുക്കാം. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് മൂവ്മെന്റ്സുകൾ നമ്മൾ എടുക്കുന്നത് മിനിമം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് അധികം 3 ഡിസ്കുകളാണ് ഉള്ളത്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ബി സി 2 നമ്മൾ എടുത്തു. ഈ 2 നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത് വെക്കുന്നത്, അതായത് ഈ ബിയും സിയും ഇപ്പൊ എം ടി ആണ്. ഈ 3 കണ്ടെയ്ൻ ചെയ്യുന്നത് ഏതിലാണ്? ഫസ്റ്റില് അല്ലെ എയ്ക്കകത്താണ്. ക്ലിയർ ആണല്ലോ? ഇതില് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഡിസ്ക് എടുത്തു. ഫസ്റ്റ് ഡിസ്ക് നമ്മൾ സിക്ക് കൊടുത്തു. ക്ലിയർ ചെയ്തല്ലോ? ഫസ്റ്റ് ഡിസ്ക് എടുത്ത് എന്ത് ചെയ്തു, നമ്മുടെ സിക്ക് കൊടുത്തു. ഇനി അപ്പൊ ബി അവിടെ എം ടി ആണ്, സി അവിടെ ഒരു ഡിസ്കിനെ കൊണ്ട് നിൽക്കുന്നു. ഇനി ബി ഇവിടെ എം ടി ആണ്. ഈ നെക്സ്റ്റ് സ്റ്റേറ്റില് എയിൽ നിന്നും ഒരു ഡിസ്ക് ബിക്ക് കൊടുത്തു. ഓക്കെ, അപ്പം എയില് 1, ബിയിൽ 1, സിയിൽ 1. ഓക്കെ ആണ് ഇത്രയും ലിഫ? ഇനി നെക്സ്റ്റ് സ്റ്റേറ്റിൽ എന്നാ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്മോളർ ഡിസ്കിന് മേല് ഒരു ലാർജർ ഡിസ്ക് അല്ലെ ലെങ്ത് കൂടിയ ഡിസ്ക് വരാൻ പാടില്ല. ഓക്കെ, ഇത് അറേഞ്ച്മെന്റ് നമ്മൾ എപ്പോഴും എങ്ങനെ വരുകയും ചെയ്യണം, ലാസ്റ്റ് നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അല്ലെ? ക്ലിയർ ആണല്ലോ? അപ്പോ ഇപ്പൊ നമുക്ക് ഏത് സ്പേസിൽ വേണേലും അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടാം. അതിപ്പോ നമ്മൾ സിയിൽ വെക്കണമെങ്കിൽ അത് വെക്കാം, അല്ലെ ഡിയിലാണെങ്കിൽ അത് കൊടുക്കാം, എന്തായാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് 4th സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, ഈ ബിയിൽ കിടക്കുന്ന ഡിസ്കിനെ അല്ലെങ്കിൽ സി, ഇപ്പൊ ലോങ്സ്റ്റ് കിടക്കുന്ന എപ്പോഴും സിയിലാണ്. അപ്പൊ ബിനെ ഇങ്ങോട്ടും ഉണ്ടായാൽ അതിന് മേലിൽ വരുമ്പോഴത്തേക്കും ബി ഗ്രേറ്റർ ആയിട്ട് വരും. അപ്പൊ ഇത് പോസിബിൾ അല്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സിയിൽ കിടക്കുന്ന സാധനത്തിനെ ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ ബി താഴെ വന്നു,
ബിയിലേക്ക്, അതായത് ഈ വൈറ്റ് കളറിലുള്ള ഡിസ്ക് താഴെ, ഈ ലോവർ ഡിസ്ക് ഇതിന്റെ മേളിലും വന്നു. അപ്പൊ ഇത് ഓക്കെ ആണ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, ബിക്കോസ് ഇത് പോസിബിൾ ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്, നമ്മള് ഈ സി ഇവിടെ എം ടി ആയി, ആ സി എം ടി ആയ സ്ഥാനത്തേക്ക് നമ്മൾ എയിൽ കിടക്കുന്ന സാധനത്തിനെ കൊടുത്തു. കണ്ടല്ലോ, എയിലുള്ള ഡിസ്കിനെ നമ്മൾ കൊടുത്തു. ക്ലിയർ ആയല്ലോ? അപ്പൊ സിയിൽ ഇപ്പം ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഡിസ്ക് വന്നു. ദെൻ ബി, അടുത്തതില് നമ്മൾ ബിയിലും സിയിലും 2 ഡിസ്കുകൾ അവൈലബിൾ ആയി. ഇനി എന്താ ചെയ്യുന്നത്, ഈ റെഡ്, അതായത് ഇതിനകത്ത് നിന്ന് ഏറ്റവും ലോവർ ഡിസ്ക് എടുത്തിട്ട് എന്ത് കൊടുത്തു, നമ്മുടെ ബിയിൽ കിടക്കുന്ന ഡിസ്കിനെ എടുത്ത് നമ്മുടെ എയിലേക്ക് കൊടുത്തു. അങ്ങനെ ഇതിനകത്ത് ലോവസ്റ്റും ഇതിനകത്ത് മിഡിലും ഇതിനകത്ത് ഹയസ്റ്റും വന്നു. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ ബിയിൽ കിടക്കുന്നതിനെ എടുത്ത് എങ്ങോട്ട് കൊടുക്കും, സിയിലേക്ക് കൊടുത്തു. കാരണം ഗ്രീൻ ഇപ്പൊ ഏറ്റവും വലുത് ഗ്രീൻ ആണ്, അതിന്റെ മേളിൽ വൈറ്റ് കൊടുത്തു. പിന്നെയുള്ള റെഡ്, ആ റെഡ് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എയിൽ നിന്നും സിയിലേക്ക് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ എയിൽ നിന്നും സിയിലേക്ക് കൊടുത്തു. അപ്പൊ ഇതിനകത്ത് റീഅറേഞ്ച്മെന്റ് ചെയ്ത് നമുക്ക് ഇത്രയും സ്റ്റെപ്പിലൂടെ കാര്യങ്ങൾ കിട്ടി. അതായത് റീഅറേഞ്ച്മെന്റ് ചെയ്ത് അതിനെ ഓർഡർ ചെയ്തെടുത്തു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് ടവർ ഓഫ് ഹൊനായുടെ പസിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സോൾവിങ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആകെ കണ്ടീഷൻസ് നമുക്ക് 3 നമ്പർ ഓഫ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. ആ 3 നമ്പർ ഓഫ് കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ട് വേണം ഈ പസിലിനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കാൻ. അപ്പൊ പോസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഇത് 3, ഇത് 3, ഇത് 2. അപ്പൊ അങ്ങനെ നമുക്ക് നോർമൽ 7 ഇത് നമ്മൾ കൂട്ടത്തില്ല. ഇത് ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് അതിനെ ഇൻക്ലൂഡ് ചെയ്യാതെ, എക്സെപ്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്, ബാക്കി നമുക്ക് 7 മൂവ്മെന്റ്സ് ആണ്, അല്ലെ മൂവ്സുകളാണ് നമുക്ക് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ മിനിമം നമ്പർ ഓഫ് മൂവ്സ് ഒരു ടവർ ഓഫ് ഹൊനായി പസിലിൽ നമ്മൾ കൊടുക്കുന്ന 2n-1 ആണ്. 2n-1 ആണ്. 2 ഇവിടെ ഇപ്പം n-ന്റെ വാല്യൂ ഇപ്പം നമുക്ക് 3 ആണെങ്കിൽ 2⁻³ - 1 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര മിനിമം നമ്പർ ഓഫ് മൂവ്മെന്റ്സ് വേണം എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ 2⁻³ എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം എത്രയാണ്, 8 ആണ്. അപ്പൊ 8-1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 7 കിട്ടും. അപ്പൊ 7 ആയിരിക്കും നമ്മുടെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് കൂട്ടാതെ എത്ര മൂവ്മെന്റ്സ് ഉണ്ടാവും, 7 മൂവ്മെന്റ്സുകളും ഉണ്ടാവും. അലീഫ, ഇത് ഓക്കെ ആണോ? ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. അപ്പൊ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോട്ടെ. അപ്പൊ നെക്സ്റ്റ് ഇതില് നമ്മുടെ മൊഡ്യൂൾ 1 തന്നെ പാർട്ട് 2ലേക്ക് പോവാണേ. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കാനുള്ളത് കുറച്ച് കമ്പ്യൂട്ടർ മോഡൽ, കമ്പ്യൂട്ടേഷനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത്. അതില് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പോലെ നമുക്ക് തന്നിട്ടുണ്ട്. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ സ്റ്റെപ്പ് ഇൻവോൾവ്ഡ് ഇൻ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ സ്റ്റെപ്പ് ഇൻവോൾവ്ഡ് ഇൻ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്. എന്തൊക്കെ ഇതിനകത്ത് പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രോബ്ലത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ഫോർമുലേറ്റ് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, അൽഗോരിതം ഡെവലപ്പ് ചെയ്യുന്നു, പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നു, ടെസ്റ്റിംഗ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ക്ലിയർ ചെയ്തോ? അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ഫോർമുലേറ്റ് ചെയ്യുന്നു, ഡെവലപ്പിംഗ് ചെയ്യുന്നു, അൽഗോരിതം കേട്ടോ, അൽഗോരിതത്തിന്റെ ഡെവലപ്മെന്റ് ആണ്. പ്രോഗ്രാം റൺ ചെയ്യുന്നു, ദെൻ ടെസ്റ്റ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെങ്ങനെ ഈ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്ന അലിഫ? ഹൗ ടു ഐഡന്റിഫൈ ദ പ്രോബ്ലം? അലിഫ? ഓക്കെ, എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? ഒരു പ്രോബ്ലത്തിന് എങ്ങനെയാ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? അതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും പ്രോസസ്സിംഗും മനസ്സിലാക്കണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ഉള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അത് എന്തായിരിക്കണം, ഇൻപുട്ട് കൊടുത്താൽ നമുക്കത് സോൾവ് ചെയ്യാം, എന്തൊക്കെ ഔട്ട്പുട്ട് കൊടുക്കണം, എന്തൊക്കെ പ്രോസസ് ചെയ്യണം. ഓക്കെ, ഇതല്ല അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെ. ശരിക്കും നമ്മൾ ഒരു പ്രോബ്ലത്തിനെ കിട്ടിയാൽ നമ്മൾ ആദ്യം തിങ്ക് ചെയ്യുന്നത് എന്താ, എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം, നമുക്ക് എങ്ങനെ ആദ്യം ആ ക്വസ്റ്റ്യൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ആ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് എന്ത് ഇൻപുട്ട് കൊടുക്കണം, എന്ത് ഔട്ട്പുട്ട് കൊടുക്കണം, എന്ത് പ്രോസസ് ചെയ്തെടുക്കണം, ഈ കാര്യങ്ങൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്ന ഫൈൻഡ് സം ഓഫ് 2 നമ്പേഴ്സ്. ഫൈൻഡ് സം ഓഫ് 2 നമ്പേഴ്സ് എങ്ങനെ ഇത് ചെയ്യാം അലിഫ?
നമ്മുടെ കയ്യിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം ഇതാണ്, രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഇതിനെ എങ്ങനെ നമുക്ക് ചെയ്യാം പറയാമോ? ഇൻപുട്ട് കണ്ടുപിടിക്കണം, സം ഓഫ് അല്ല ടു നമ്പേഴ്സ് ആണ് ഇൻപുട്ട്, സം കണ്ടുപിടിക്കേണ്ടതാണ് ഔട്ട്പുട്ട്. പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നത്. പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് റിക്വയർമെന്റ്സ് എന്തൊക്കെയാ? ഇൻപുട്ട് റിക്വയർമെന്റ്സ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ റിക്വയർമെന്റ്സ് ആവശ്യമാണോ അതാണ് ഇൻപുട്ട് റിക്വയർമെന്റ്സ്. ഓക്കെ, ഇപ്പൊ രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അതാണ് രണ്ട് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. എങ്ങനെയൊക്കെയാ ചൂസ് ചെയ്യുന്നത്? അത് ഇൻഡിജർ ആയിട്ട് ചൂസ് ചെയ്യാം, അല്ലെങ്കിലോ ഒന്നെങ്കിൽ ഇൻഡിജർ ആവാം, ഓൾ നമ്പേഴ്സ് എടുക്കാം അല്ലെ, ഇൻഡിജർ നമ്പേഴ്സ് എടുക്കാം, റിയൽ നമ്പേഴ്സ് എടുക്കാം അല്ലെ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് അതിനെ ചൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് ഔട്ട്പുട്ട് റിക്വയർമെന്റ്സ്. അതായത് ഇപ്പൊ ഇൻപുട്ട് ഇൻഡിജർ ആയിട്ട് കൊടുത്ത ഒരു പ്രോബ്ലം നമ്മൾ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇൻഡിജർ തന്നെ എടുക്കണം. റിയൽ ആയിട്ട് കൊടുത്ത ഒരു സാധനമാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് റിയൽ ആയിരിക്കണം അല്ലെ, അങ്ങനെ അങ്ങനെ പോകും. അങ്ങനെ അപ്പൊ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസസ് നമുക്ക് അവിടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതാണ് ഇതിനകത്ത് മെയിൻലി പറയുന്ന ഒരു കേസ്. ഇനി പ്രോസസ്സിംഗ് കൺസിഡറേഷൻസ്, we also needed to understand how to reach the solution from input given, that is to understand a path to reach the solution. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ പ്രോസസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ഐഡന്റിഫൈ ചെയ്തു, അതിനെ സൊല്യൂഷൻ ചെയ്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുത്തിട്ട് ആ സൊല്യൂഷനിലേക്ക് റീച്ച് ചെയ്യുന്ന രീതിയിൽ പ്രോസസ് ചെയ്തെടുക്കണം. ഇതാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. നമ്മൾ അതിപ്പം ഓപ്പറേഷൻസ് ആണെങ്കിൽ ആ ഓപ്പറേഷൻസ് ഏത് യൂസ് ചെയ്യണം, ഏത് യൂസ് ചെയ്ത കമ്പാരിസൺ ആണെങ്കിൽ അത് കൊടുക്കാം, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണെങ്കിൽ അത് കൊടുക്കാം, അങ്ങനെ 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 എന്താണ് നമുക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, ഫോർമുലേറ്റിംഗ് എ മോഡൽ, ഒരു മോഡൽ ഫോർമുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിൽ നമുക്ക് ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് പാർട്ട്, ഒരു പ്രോബ്ലത്തിന്റെ പ്രോസസ്സിംഗ് പാർട്ട് ഐഡന്റിഫൈ ചെയ്താൽ അതിലിപ്പോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സം ഓഫ് ടു നമ്പേഴ്സ് എന്നുള്ളതാണ്. അത് ആദ്യം കമ്പ്യൂട്ട് ചെയ്തെടുക്കണം. അപ്പൊ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ഫോർമുല ആവശ്യമുണ്ടെങ്കിൽ ഫോർമുലാസ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് നമ്പേഴ്സിനെ യൂസ് ചെയ്ത് നമുക്ക് അവിടെ അസ്യൂം ചെയ്യാം. എന്താ, ഇൻപുട്ട് ഡേറ്റ ഇങ്ങനെയാണ്, രണ്ട് ഇൻഡിജർ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, നമ്പർ 1 നമ്പർ 2. ഇതിനെ നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അവിടെ മെയിൻലി നമ്മൾ അതിനെ പ്രോസസ് ചെയ്തെടുക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് അതിന്റെ മെയിൻ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്താണ് നമുക്ക് എടുക്കാം, ആക്സസ് ചെയ്തെടുക്കാം. ക്ലിയർ ആയല്ലോ? ഇനി എങ്ങനെയാ അൽഗോരിതത്തിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്? ഡെവലപ്പിംഗ് ഓഫ് അൽഗോരിതം എന്ന് പറയുന്നതാണ് തേർഡ് സ്റ്റെപ്പ്. നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ഒരു അൽഗോരിതം സെറ്റ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തിനെ ആദ്യം പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് സീക്വൻസ് ഓഫ് സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കാം. അതുപോലെ തന്നെ ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് നോർമലി ഡെവലപ്പ് അൽഗോരിതം ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ എ വേ ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ടു പേഴ്സൺ ഹു ഈസ് ട്രൈങ് ടു ഫിഗർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്. അതായത് ഒരു നോർമൽ കേസിൽ ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എത്ര റെപ്രസെന്റേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് ഉണ്ട് എന്നുള്ളത് അവിടെ വളരെ ക്ലിയർ ചെയ്ത് എന്താണ് വ്യക്തമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതാണ് മോസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്. ടു കോമൺലി യൂസ്ഡ് റെപ്രസെന്റേഷൻ അൽഗോരിതം, സ്യൂഡോ കോഡ് ഉണ്ട്, ഫ്ലോ ചാർട്ട് ഉണ്ട്, ഇതൊക്കെ അതിനകത്ത് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെയുള്ളത് സ്യൂഡോ കോഡ് എന്താണ്, ഫ്ലോ ചാർട്ട് ആണ്. ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻസ് നമ്മൾ അൽഗോരിതത്തിൽ കൊടുക്കുമ്പോൾ നമുക്കറിയാലോ പ്രോഗ്രാമിംഗ് സിൻടാക്സുകളോ അങ്ങനെയുള്ള കൊടുക്കുന്ന സ്യൂഡോ കോഡ് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതുന്നതാണ്. ഫ്ലോ ചാർട്ട് കുറച്ചുകൂടെ നമുക്കറിയാലോ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വേണ്ടതുകൊണ്ട് നമുക്കൊരു എന്താണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്ന ഫ്ലോ ചാർട്ട് ആണ്. സ്യൂഡോ കോഡ് നമ്മൾ സാധാരണ ഇൻഫോർമൽ റെപ്രസെന്റേഷൻ നമ്മൾ കൊടുത്ത് ചെയ്യുന്ന സാധനങ്ങളെയാണ്, ചുമ്മാ ലെറ്റർ വൈസ് റെപ്രസെന്റേഷൻസ് കൊടുത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പാർട്ട് 1 നമ്മൾ അല്ല പാർട്ട് എ റൈറ്റ് ആൻ അൽഗോരിതം ടു ആഡ് 2 നമ്പേഴ്സ്. ഇതല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഇതിന്റെ അൽഗോരിതത്തിന്റെ സ്റ്റെപ്പ് എടുക്കും? ഫസ്റ്റ് വൺ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റാർട്ട് കൊടുക്കുക, സെക്കൻഡ് സ്റ്റെപ്പിൽ ഇൻപുട്ട് ദ ഫസ്റ്റ് നമ്പർ കൊടുക്കുക, സെക്കൻഡ് ഇൻപുട്ട് ദ സെക്കൻഡ് നമ്പർ കൊടുക്കുക, ഫോർത്തില് ആഡ് ദ നമ്പേഴ്സ് കൊടുക്കുക, അല്ലെ 2 നമ്പേഴ്സ് കൊടുക്കുക, ഡിസ്പ്ലേ ദ റിസൾട്ട് എൻഡ്. ഇതായിരിക്കും അൽഗോരിതം, അൽഗോരിതത്തിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഇത് സ്യൂഡോയിൽ കൊടുക്കുമ്പോൾ ഇതിനെ ഒന്നോടെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കും. ഇൻപുട്ട് എന്ന് പറഞ്ഞ ഒരു കീവേഡ് പോലെയാണ്. അപ്പൊ സ്റ്റാർട്ട് ഇൻപുട്ട് കൊടുക്കും, ഇൻപുട്ട് നമ്പർ 1, ഇൻപുട്ട് നമ്പർ 2, സമ്മിലേക്ക് നമ്പർ 1 പ്ലസ് നമ്പർ 2. എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് അതുപോലെ തന്നെ ഔട്ട്പുട്ട് സമ്മ എൻഡ്. ക്ലിയർ ചെയ്തല്ലോ? ഇതാണ് നമ്മുടെ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. അലിഫ ഓക്കെ അല്ലേ? ദെൻ അടുത്തത് നെക്സ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് കൊടുക്കുന്നത്? ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്, അതിന്റെ സ്റ്റോപ്പും അത് എപ്പോഴും കൊടുക്കേണ്ടത് സെയിം ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ അതിനെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നോർമലി ഇതിനകത്ത് നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്പർ 1ഉം നമ്പർ 2ഉം ഇൻപുട്ട് ചെയ്യാനുള്ളത് വരയ്ക്കാം, അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യാനുള്ള ഫ്ലോ ചാർട്ട് വരയ്ക്കാം. ഇൻപുട്ടിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? ഈ ഒരു സിമ്പൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻപുട്ടിങ് കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് പ്രോസസ്സിംഗ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സം എടുക്കാനോ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനോ സമീപം നമ്പർ 1 പ്ലസ് നമ്പർ 2 ഇങ്ങനെയാണ് കൊടുക്കുക. അപ്പൊ ഇത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി പ്രിന്റ് സം കൊടുക്കുന്നു, ദെൻ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ ഇതിന്റെ ഫ്ലോ ചാർട്ടിങ് നമ്മൾ ഇതിനകത്ത് റിലേറ്റ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് വളരെ സിമ്പിൾ അല്ലേ? ഇത് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതിനകത്ത് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അതിന്റെ സ്യൂഡോ കോഡ് അൽഗോരിതം വരയ്ക്കുന്നതിന്, ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നതിന്. ഇനി റൈറ്റിംഗ് ദി പ്രോഗ്രാം, എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. ഈ അൽഗോരിതം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതിന്റെ പ്രോഗ്രാം നമുക്ക് കോഡ് ചെയ്യാം. അപ്പൊ കോഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കേസ്, അൽഗോരിതത്തിന്റെ റെപ്രസെന്റേഷൻ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇതിനെ അൽഗോരിതത്തിന്റെ ബേസ് അതേ അണ്ടറിൽ വേണം നമ്മൾ പ്രോഗ്രാമിനെ ഡിഫൈൻ ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ ആഡ് പ്രോഗ്രാം ടു ആഡ് 2 നമ്പേഴ്സ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം ഫസ്റ്റ് നമ്പർ ഡിഫൈൻ ചെയ്യുന്നു. നമ്പർ 1 ഈക്വൽ ടു 5, നമ്പർ 2 ഈക്വൽ ടു 10. സമ്മ് എങ്ങനെ കൊടുക്കാം? നമ്പർ 1 പ്ലസ് നമ്പർ 2 അല്ലെ? പ്രിന്റ് സം ഈക്വൽ ടു സം. ഇത് വേറെ ഒരു ഡിക്ലറേഷന്റെ ആവശ്യവും നമുക്കില്ല. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നമ്പർ 1 ഈക്വൽ ടു 5 എന്ന് കൊടുക്കാം, നമ്പർ 2 എന്ന് പറയുന്നത് 10 കൊടുക്കാം, സം എന്ന് പറഞ്ഞ നമ്പർ 1 പ്ലസ് നമ്പർ 2, പ്രിന്റ് എങ്ങനെ കൊടുക്കാം? നമുക്ക് സമ്മ ഈക്വൽ ടു സം എന്ന് കൊടുത്താൽ മതി. ഇത് നമുക്ക് അതേ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്ത് കൊടുത്താലും അതേപോലെ തന്നെ പ്രിന്റ് ചെയ്ത് വരും. കോമ സം കൊടുക്കുമ്പോൾ ഈ സമ്മിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, ആ സമ്മിലേക്ക് നമ്മൾ സം ഈക്വൽ ടു 15. ക്ലിയർ ആണല്ലോ? അലിഫ് ഓക്കെ അല്ലേ? ലാസ്റ്റ് നമ്മുടെ 4th സ്റ്റെപ്പിൽ പ്രോഗ്രാം എഴുതി കഴിഞ്ഞ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ? എന്ത് ചെയ്യണം? പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? കോഡ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ കൊടുത്തിരിക്കുന്നതിനെ ഡീബഗ് ചെയ്യും, അല്ലെ കമ്പൈൽ ചെയ്യും അല്ലെ? കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്യൂസ് ഒന്നും അല്ലെങ്കിൽ എറർ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യും? നേരെ കമ്പൈലേഷൻ കഴിഞ്ഞ് നേരെ ഔട്ട്പുട്ടിലേക്ക് പോകും. അല്ലെങ്കിലോ അവിടെ ഡീബഗിങ് സംഭവിക്കും. എന്ന് വെച്ചാൽ ഫിക്സിങ് എറേഴ്സിനെ നമ്മൾ ഫൈൻഡ് ചെയ്യും, അതിനുശേഷം അതിനെ നമ്മൾ സോൾവ് ചെയ്യും, അതിനുശേഷം അതിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ബൈനറി കോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ആക്സസ് ചെയ്യുന്ന അതേ രീതിയിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ കറസ്പോണ്ടിങ് ഇൻപുട്ട് നമ്മൾ എന്ത് കൊടുക്കുന്ന അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടിങ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. യൂസറിന് അതിന്റെ യൂസർ ഫോർമാറ്റിൽ, ഡേറ്റ ഫോർമാറ്റിൽ നമുക്ക് അതിനെ ആക്സസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് ഇൻകറക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഇറ്റ് കുഡ് ബി ഡ്യൂ ടു അൽഗോരിതം നോട്ട് ബീങ് പ്രോപ്പർലി ഇംപ്ലിമെന്റഡ് ഇൻ ദ പ്രോഗ്രാം. അപ്പൊ നമുക്ക് പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നുള്ളതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെ അൽഗോരിതം മിസ്റ്റേക്ക് ഉണ്ട്. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ, ഇൻപുട്ടിങ് കറക്റ്റ് ആണെങ്കിൽ ഔട്ട്പുട്ടിങ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അൽഗോരിതത്തിനെ എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ് നമ്മൾ പ്രോഗ്രാമിംഗ് ടെക്നിക്കുകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഈ ഫ്ലോ ആൻഡ് ബഗ് ഇൻ ദ അൽഗോരിതം ഇറ്റ്സെൽഫ് വിച്ച് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ സർട്ടൻ സിറ്റുവേഷൻ. അതായത് ബഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എറേഴ്സിനെയാണ് നമ്മൾ പറയാ അല്ലെ? ഇപ്പൊ ചില കേസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിൽ എറർ ഒന്നും ഉണ്ടാവത്തില്ല, പക്ഷെ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എറേഴ്സ് കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. റൺ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക്
നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല അത് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് തന്നെയാണ് അതിന് കാരണം എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത സ്റ്റെപ്പിൽ ഏതോ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ഫ്ലോയിൽ, അതായത് നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിനെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് എറേഴ്സ് അവിടെ ഒക്കർ ചെയ്യുന്നത്. ബഗ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ആൻ എറർ ഇൻ എ പ്രോഗ്രാം ദാറ്റ് കോസ് ഇറ്റ് പ്രൊഡ്യൂസ് ഇൻകറക്റ്റ് അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോബ്ലത്തിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള റിസൾട്ട്സ് വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒരു എററാണ്. ആ എററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബഗ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അലീഫ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ 2ലേക്ക് നമുക്ക് പോകാം. ടെസ്റ്റ് ദ പ്രോഗ്രാം അല്ലെ. അതിൽ നോക്കിക്കേ, യു ക്രിയേറ്റ് എ ടെസ്റ്റ് ട്യൂബ് സിമിലർ ടു ദാൻ ഷോ ഇൻ ഫിഗർ. ഈച്ച് റോ ഡിനോട്ട് സെറ്റ് ഓഫ് ഇൻപുട്ട്. ഇപ്പൊ നമ്മൾ 2 ഇൻപുട്ടുകൾ കൊടുക്കുക. ഇപ്പൊ നമ്പർ 1 ഒന്ന്, നമ്പർ 2 ഇതാണ് 2. ആൻഡ് ദ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് വിത്ത് വിച്ച് ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് ടു ബി കമ്പയർ. ഇതിപ്പോ ഒരു ടെസ്റ്റിംഗ് അഡീഷന്റെ 2 നമ്പേഴ്സ് കൊടുത്തിട്ട് അത് എത്ര ടൈംസ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചേക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഞാൻ 10 കൊടുത്തു, പിന്നെ നമ്പർ 2 കൊടുത്തു. അപ്പൊ നമുക്ക് സം 12 കിട്ടി. സെക്കൻഡ് കേസിൽ വീണ്ടും അഗെയിൻ കമ്പൈൽഡ് നമ്പർ 1 5, നമ്പർ 2 7 കൊടുത്തു, 12 കിട്ടി. കണ്ടല്ലോ. ഇനി അടുത്ത 2ഉം 4ഉം കൊടുത്തു 6 കിട്ടി. പിന്നെ 0 കൊടുത്തു 0 കിട്ടി. 3 -2 കൊടുത്തു 1 കിട്ടി. -2 2 കൊടുത്തു 0 കിട്ടി. ഇത് ഒരു കണ്ടീഷനാണ് അല്ലെ. അപ്പൊ ഇത് നമ്മൾ പല രീതിയിൽ ആ പ്രോഗ്രാമിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് കണ്ടത്. നമുക്ക് പല വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഇപ്പൊ നമ്പർ 1നും നമ്പർ 2നും ഡിഫറെന്റ് വാല്യൂ ഇട്ടിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ള അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും. ഇനി അടുത്തത് ഇവാലുവേറ്റ് ദ സൊല്യൂഷൻ. എങ്ങനെയാണ് സൊല്യൂഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? Evaluating the solution is a critical step in the problem solving process, ensuring that the implemented solution effectively addresses the problem and meet the desired goal. ഇവിടെ എന്താ പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ ഒരു സൊല്യൂഷനെ ഇവാലുവേറ്റ് ചെയ്യുക? ഇവാലുവേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇറ്റ്സ് എ ക്രിട്ടിക്കൽ സ്റ്റെപ്പ്. ഒരു പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഇവാലുവേറ്റ് ദ സൊല്യൂഷൻ. സൊല്യൂഷനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഓക്കെ. അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സൊല്യൂഷൻ അല്ലെ ആ പ്രോബ്ലത്തിന്റെ അഡ്രസ്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആൻഡ് മീറ്റ് ദ ഡിസയേർഡ് ഗോൾ. എന്നിട്ട് അതിനെ തമ്മിൽ എന്ത് ചെയ്യുക? ഒരു പെർട്ടിക്കുലർ ഗോളിലേക്ക് റീച്ച് ചെയ്യുന്ന രീതിയിൽ അതിനെ കൊണ്ടെത്തിക്കുക. ഇതാണ് അതിന്റെ ഇവാലുവേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് പറയുന്ന ഒന്നാമത്തെ കേസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ദാറ്റ് പ്രൊഡ്യൂസസ് എ റിസൾട്ട്. ഉറപ്പായിട്ടും അത് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. റീവിസിറ്റ് ദ ഒറിജിനൽ പ്രോബ്ലം. വീണ്ടും എന്ത് ചെയ്യുന്നു? അത് ഒറിജിനൽ പ്രോബ്ലത്തിനെ റീവിസിറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം നമ്പർ 1 നമ്പർ 2 കൊടുത്തു, റിസൾട്ട് എടുത്തു. അഗെയിൻ നമ്മൾ വീണ്ടും പ്രോബ്ലത്തിലേക്ക് പോകും അല്ലെ, പ്രോഗ്രാമിലേക്ക് പോകും. ആ പ്രോഗ്രാം അഗെയിൻ റീവിസിറ്റ് ചെയ്തിട്ട് നമ്മൾ ഒറിജിനൽ പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത് അടുത്തത് എടുക്കും. അപ്പോൾ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഈസ് ഫോർമാറ്റഡ് ആസ് എ പ്രോപ്പർ സൊല്യൂഷൻ. അവിടെ പ്രോപ്പർ സൊല്യൂഷൻ അനുസരിച്ച് മാത്രമായിരിക്കും ഔട്ട്പുട്ട് അവിടെ എൻഷുർ ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ എക്സാമിൻ ഇഫ് ദ റിസൾട്ട് അലൈൻസ് വിത്ത് ദ ഒറിജിനൽ ഇന്റന്റ്. എപ്പോഴും നമ്മൾ കൊടുക്കുന്ന നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒറിജിനൽ ഇന്റന്റേഷൻസിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും അലൈൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അല്ലാത്തൊരു ഔട്ട്സൈഡിൽ നിന്നായിട്ടുള്ള ഒരു സാധനം അവിടെ എക്സാമിൻ ചെയ്യപ്പെടുന്നില്ല. പിന്നെ ലാസ്റ്റ് ഡിറ്റർമൈൻ ഇഫ് ദ ഔട്ട്പുട്ട് മീറ്റ് ദ പ്രോബ്ലം റിക്വയർമെന്റ്സ്. എപ്പോഴും ഔട്ട്പുട്ട് മീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം പ്രോബ്ലം റിക്വയർമെന്റ്സിനെയാണ് മീറ്റ് ചെയ്യുന്നത്. അതും എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. Remember that the computer execute instruction as given. The user must interpret result to determine effectiveness. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് പറയാം കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻസ് ആസ് ഗിവൺ. അതായത് ഗിവൺ എക്സിക്യൂഷൻസിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ദ യൂസർ മസ്റ്റ് ഇന്റർപ്രറ്റ് റിസൾട്ട് ടു ഡിറ്റർമൈൻ എഫക്റ്റീവ്നെസ്. ഇതാണ് ഇതിന്റെ ഒരു എക്സാക്ട് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ കേസ് സ്റ്റഡി കേട്ടിട്ടുണ്ടല്ലോ. പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേസ് സ്റ്റഡി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സോൾവിംഗ് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ്. അപ്പം ദ ഡിസ്ക്രിമിനന്റ് കാൽക്കുലേറ്റർ. ഇവിടെ നമുക്ക് ഡിസ്ക്രിമിനന്റ് കാൽക്കുലേറ്റർ ആണ് പാർട്ട് 2 തന്നിരിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ പ്രോഗ്രാമിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാണ്. ദ ഫോർമലി ഡിഫൈൻ ദ പ്രോബ്ലം ബൈ
സ്പെസിഫൈങ് ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇവിടെ നമ്മൾ ആദ്യം ഇൻപുട്ട് ഔട്ട്പുട്ട് എടുക്കുന്നു. ഇൻപുട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? 3 കോയിഫിഷ്യന്റുകൾ എ ബി സി എന്ന് പറയുന്നതാണ് 3 കോയിഫിഷ്യന്റുകൾ എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ 3 കോയിഫിഷ്യന്റുകൾ ഏതൊക്കെയാ? എയും ബിയും സിയും ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കോർഡിനേറ്റ്സുകളാണ്. അതായത് നമുക്കറിയാം b² - 4ac ഡിവൈഡഡ് ബൈ 2a, അതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനകത്ത് ഇൻപുട്ടുകൾ എന്തൊക്കെ കൊടുക്കണം? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എസ് കണ്ടുപിടിക്കും. എസ് എന്നാണ് സാധാരണ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് റെപ്രസെന്റ് ചെയ്ത ഡി എന്നാണ്. ഡി കണ്ടുപിടിക്കണമെങ്കിൽ b² - 4ac വേണം, അല്ലെ? അപ്പൊ ബിയും സിയും എയും 3 കോയിഫിഷ്യന്റുകളാണ്, അല്ലെങ്കിൽ 3 കോയിഫിഷ്യന്റുകളാണ് എയും ബിയും സി എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് എന്തായിരിക്കണം? അതിന്റെ വാല്യൂ സോൾവ് ചെയ്ത് നമുക്ക് ഒരൊറ്റ വേരിയബിളിലേക്ക് കിട്ടണം. അപ്പൊ നമ്മൾ പറയും ഡിസ്ക്രിമിനന്റ് വാല്യൂ ഡി ഫോർ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതാണ് ഡിസ്ക്രിമിനന്റ് വാല്യൂ ഡി ഫോർ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതായിരിക്കും അതിന്റെ ഔട്ട്പുട്ട്. ഇനി ഫോർമുലേറ്റ് എ മോഡൽ ഓഫ് ദ സൊല്യൂഷൻ, ഡെവലപ്മെന്റ് എ മാത്തമാറ്റിക്കൽ മോഡൽ ഫോർ ദ സൊല്യൂഷൻ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഡെവലപ്പ് ചെയ്യുക, സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിപ്പോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട, ഫോർമുലേറ്റ് ചെയ്യേണ്ട, കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നു d = b² - 4ac. ഡി എന്ന് പറയുന്നത് എന്താണ്? b² - 4ac. അതാണ് ഫോർമുലേറ്റഡ് മോഡൽ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അൽഗോരിതം ഡെവലപ്പ് ചെയ്യണം. ആക്ച്വലി ഈ അൽഗോരിതം കൊടുക്കുമ്പോൾ ഏതൊക്കെയാണ് പോസിബിൾ വാല്യൂസ്? ആദ്യം സ്റ്റാർട്ടിങ്ങും ലാസ്റ്റ് സ്റ്റോപ്പിങ്ങും കൊടുക്കണം. ഇനി ഇൻപുട്ട് ചെയ്യേണ്ട സാധനങ്ങൾ പിന്നെ കൊടുക്കണം. അപ്പൊ അത് റീഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഏതൊക്കെ റീഡ് ചെയ്യണം? എനെയും ബിനെയും സിനെയും റീഡ് ചെയ്യണം. അലിഫ ഓക്കെ അല്ലേ? ഒരനക്കുമില്ലല്ലോ, എന്ത് പറ്റി? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും പറഞ്ഞാലോ? ഇല്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പൊ റീഡ് സെക്കൻഡ് സ്റ്റെപ്പിൽ റീഡ് ചെയ്യണം. എയും ബിയും സിനെ റീഡ് ചെയ്തു. അതിനുശേഷം ഡി ഇവിടെ വാല്യൂ ചെയ്യണം, അല്ലെ? ഡി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ മാത്തമാറ്റിക്കലി ചെയ്യുന്ന പോലെ b² അങ്ങനെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ b × b എന്ന് എഴുതി. അതിനുശേഷം -4 × ac ആണ്. അപ്പൊ 4 × കൊടുത്തിട്ട് a × c കൊടുത്തു. പ്രിന്റ് ഓഫ് ഡി കൊടുത്തു. പ്രിന്റ് ഓഫ് ഡി ഇങ്ങനെ ജസ്റ്റ് കോൾ ചെയ്തു, ദെൻ സ്റ്റോപ്പ് ചെയ്തു. ഇത്രയാണ് അൽഗോരിതം. ഓക്കെ. അപ്പൊ ഈ അൽഗോരിതം എഴുതുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് അതിന്റെ ഒരു ഐഡിയ കിട്ടി. ഇനി അടുത്ത് നമ്മൾ എങ്ങനെ പ്രോഗ്രാം റൈറ്റ് ചെയ്യാം? അപ്പൊ കോയിഫിഷ്യന്റ് കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ പ്രിന്റില് എന്റർ ദ കോയിഫിഷ്യന്റ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നമുക്കറിയാം ആദ്യം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരും, എന്റർ ദ കോയിഫിഷ്യന്റ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിനുശേഷം നമ്മൾ ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അതായത് എയിലേക്ക് ഞാൻ ഇൻപുട്ട് കൊടുത്ത രീതിയിലാണ് ചെയ്യുന്നത്. യൂസർ ഇൻപുട്ട് കൊടുക്കണം. അതായത് ഇങ്ങനെ വരണം, എന്റർ ദ കോയിഫിഷ്യന്റ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വരുമ്പോൾ അവിടെ എനിക്ക് എയും ബിയും സിയും എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റണം, അല്ലെ? അപ്പൊ എൻ്റർ ചെയ്ത് അങ്ങോട്ട് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു എ. എന്നിട്ട് അതിലേക്ക് ഏത് ടൈപ്പ് ആണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തു. എ എന്ന് പറയുന്ന ഏത് ടൈപ്പ് ആണെന്ന് ഡിക്ലെയർ ചെയ്തു. ഇൻഡിജർ ആണ് ഇൻഡിജർ, ഫ്ലോട്ട് ആണ് ഫ്ലോട്ട്, അങ്ങനെ. അപ്പൊ ഇൻഡിജർ ആയതുകൊണ്ട് നമ്മുടെ നമ്പർ ആയതുകൊണ്ട് ഇൻഡിജർ ടൈപ്പ് ആയിട്ട് കൊടുത്തു. അപ്പൊ ഇൻഡെന്ന് കൊടുത്തു. അതിനുശേഷം ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. ഇൻപുട്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? യൂസർ ഇൻപുട്ട് നമുക്ക് സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻപുട്ട്. അപ്പൊ ഇൻപുട്ട് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തു. എന്ത് കൊടുത്തു? ഇൻപുട്ട് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്താണ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇത് ഇങ്ങനെ കൊടുത്തു. ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാ? യൂസർ ഇൻപുട്ട് നമ്മൾ ഒരു പ്രോഗ്രാമിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? യൂസർ ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടി. ഇനി ബിയില് ഇൻഡ് ഇൻപുട്ട് കൊടുത്തു. ബിയിനകത്തേക്ക് ഇൻഡ് ഇൻപുട്ട് കൊടുത്തു. സിയിലേക്ക് ഇൻഡ് ഇൻപുട്ട് ഇങ്ങനെ കൊടുത്തു. സിയിലേക്ക് ഇൻഡ് ഇൻപുട്ടും കൊടുത്തു. അങ്ങനെ 3 വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ടിങ് ചെയ്തു. അതിനുശേഷം ഡിസ്ക്രിമിനന്റ് ചെയ്യണം. ഡിസ്ക്രിമിനന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? ഡിയിലേക്ക്, അതായത് നമ്മുടെ ഇക്വേഷൻ എന്നാ? d = b² - 4ac ആണ്, അല്ലെ? d = b² - 4ac ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഡിയില് ഡി എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തു. എന്നിട്ട് b² കൊടുത്തു. b² കൊടുക്കാൻ വേണ്ടി നമുക്ക് അറിയാം √b² - 4ac എന്നാണ് ശരിക്കും, അല്ലെ? b² - 4ac ആണ്.
അപ്പൊ ആദ്യം ബി സ്ക്വയർ കൊടുക്കാൻ നമുക്ക് എളുപ്പമാണ്. ബി ഇൻറ്റു ടു ബി ഇൻറ്റു ബി ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ബിയുടെ സ്ക്വയർ റൂട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ബി ഡബിൾ സ്റ്റാർ 2 എന്നാണ് കൊടുക്കുക. എന്താണ്? ബി ഡബിൾ സ്റ്റാർ 2 നോട്ട്. ക്ലിയർ ആണല്ലോ. എന്നിട്ട് -4 ഇൻറ്റു എ ഇൻറ്റു സി കൊടുക്കും. ക്ലിയർ ആയോ? ബി സ്ക്വയർ -4ac. ഓക്കെ, ദെൻ ഡിസ്ക്രിമിനന്റ് നമ്മൾ പറഞ്ഞോളൂ. ഡബിൾ സ്റ്റാർ 2 കൊടുക്കുന്നത് സ്ക്വയർ റൂട്ടിന് സ്ക്വയറിന് സ്ക്വയർ റൂട്ടിനാണ് നമ്മൾ കൊടുക്കുന്നത് ഡബിൾ സ്റ്റാർ. സ്ക്വയർ നമ്മൾ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബി ഇൻറ്റു ബി എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ ഡബിൾ സ്റ്റാർ യൂസ് ചെയ്യുന്ന എപ്പോഴും നമ്മൾ ഈ സ്ക്വയർ റൂട്ട് SQRT യൂസ് ചെയ്യാം. ഒന്നാമത്തെ കേസ് SQRT, സ്ക്വയർ റൂട്ട് എടുക്കാൻ വേണ്ടി. ഇത് SQRT എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫംഗ്ഷനാണ്. ഇവിടെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ SQRTയോ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. സ്ക്വയർ റൂട്ടിന് പകരം SQRTയോ ബി ഇൻറ്റു ബി -4 ഇൻറ്റു എ ഇൻറ്റു സി. എന്നിട്ട് ആ ബി ഇൻറ്റു ബി കൊടുക്കുമ്പോൾ ഒരു ബ്രാക്കറ്റിൽ കൊടുക്കാം, മൈനസ് കൊടുത്തിട്ട് 4 ഇൻറ്റു എ ഇൻറ്റു സി ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഡബിൾ സ്റ്റാർ എന്ന് പറയുന്നതാണ് നമ്മൾ എന്താ സ്ക്വയർ റൂട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അവിടെ തന്നെ സ്ക്വയർ റൂട്ട് എടുക്കുന്ന ആൻഡ് അത് ഫോർമുല അത് അങ്ങനെയാണ്. സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac ആണ്. റൂട്ട് ബി സ്ക്വയർ -4ac ആണ് അതിന്റെ ആ ഫോർമുല. എന്നിട്ട് 4ac എന്താ സ്ക്വയർ റൂട്ട് എടുക്കാത്ത? എന്താണ്? റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac എന്നല്ലേ ഫോർമുല? ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് പിന്നെ 4 ഇൻറ്റു എ ഇൻറ്റു സിയുടെ റൂട്ട് എടുക്കാത്ത? എടാ അത് ഒറ്റ റൂട്ട് അല്ലേ ഉള്ളൂ, ഇത് കോമൺ റൂട്ട് അല്ലേ. അപ്പം പക്ഷെ ബിന്റെ അവിടെ മാത്രല്ലേ റൂട്ട് എടുക്കുന്നുള്ളൂ. എടാ ബി കഴിഞ്ഞിട്ട്, അതായത് ഇവിടെ തൊട്ടല്ലേ ഫുള്ള് റൂട്ട് വരുന്നേ. ബ്രാക്കറ്റ് എന്നിട്ട് ബിക്ക് മാത്രല്ലേ. ഇതില് നമ്മൾ ഈ ഒരു കോമൺ, അതായത് നമ്മളിപ്പോ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും ഡബിൾ സ്റ്റാർ ഓപ്പറേറ്റർ അല്ലെ. നമ്മൾ ഈ ഡാറ്റ ടൈപ്സിൽ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ കണ്ടിട്ടുണ്ടാവും. ഡബിൾ സ്റ്റാർ ഓപ്പറേറ്റർ ഒരു എക്സാമ്പിൾ, ഒരു മിനിറ്റ്. നമ്മൾ എക്സ്പോണൻഷിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ചെയ്തിട്ടുണ്ടോ? എക്സ്പോണന്റ് എടുക്കാൻ ഇതിനെ നമ്മൾ പവർ ഓപ്പറേറ്റർ അല്ലെ എന്നും പറയും. എക്സ്പോണൻഷിയേഷൻ ചെയ്തിട്ടുണ്ടോ ഡാറ്റ ടൈപ്സിൽ? ചെയ്തിട്ടില്ല, പക്ഷെ എടാ ഇതാണ് ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. അതായത് ഈ സാധനം, അതായത് ഇപ്പൊ ഞാന് എ എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ കൊടുത്തു, A3. ബിക്ക് ഞാനിപ്പം എന്താണ് ഒരു 2 എന്നുള്ള വാല്യൂ കൊടുത്തു എന്ന് വിചാരിക്കാം. എനിക്ക് ഇതിന്റെ പവർ എടുക്കണം. അപ്പൊ ഞാൻ കൊടുക്കേണ്ടത് റിസൾട്ട് എന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. R ഞാൻ ഇങ്ങനെ കൊടുത്താൽ മതി, A ഡബിൾ സ്റ്റാർ ബി എന്ന് കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രിന്റ് ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കേസ് എന്നാ 3⁻² ചെയ്യും. ഓക്കെ, 3⁻² ചെയ്യും. ഇവിടെ പക്ഷെ നമുക്ക് ഇപ്പൊ ബി സ്ക്വയർ അല്ലേ എടുക്കേണ്ടത്, അതുകൊണ്ടാണ് റേസ് ടു ഇട്ടിട്ട് നമ്മൾക്ക് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഓക്കെ, സ്ക്വയർ അല്ലേ എടുക്കുന്നേ? അതെ സ്ക്വയർ. നേരത്തെ തന്നെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞതല്ലേ ചോദിച്ചത്, സ്ക്വയർ ആണോ സ്ക്വയർ റൂട്ട് ആണോ? ഓക്കെ, അതായത് റൂട്ട് ബി സ്ക്വയർ -4ac എന്നാണ് നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ. മനസ്സിലായോ? റൂട്ട് വരുന്നില്ലല്ലോ, ബി സ്ക്വയർ -4ac വരുന്നുള്ളൂ. ഓക്കെ, അതായത് b⁻² എന്ന് പറയുന്നത് ഇവിടെ ഡയറക്റ്റ് എക്സ്പോണന്റ് കൊടുത്ത് എടുത്തേക്കുന്നു, അത്രേ ഉള്ളൂ. ബി എന്ന് കൊടുക്കാതെ, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ അത്? നെക്സ്റ്റ് നമ്മള് ഈ പ്രോഗ്രാമിങ്ങിന്റെ ടെസ്റ്റിംഗ് എങ്ങനെയായിരിക്കും? എയും ബിയും സിയും കൊടുക്കാം, ദെൻ അതിന്റെ ഡി വാല്യൂ, അതായത് ഡി വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ബി സ്ക്വയർ -4ac ചെയ്യുക. അപ്പൊ 10² -4 ഇൻറ്റു എ ഇൻറ്റു സി.
അതായത് 10x5 എന്ന് വരും. അതിന്റെ ആൻസർ എന്താണോ അത് ടെസ്റ്റ് ചെയ്യുന്നു. അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയേഷൻ ഡിസ്ക്രിമിനന്റ് കാൽക്കുലേറ്റർ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഓരോ വേരിയബിൾസിനെ വെച്ചിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേറ്റിംഗ് ദ സൊല്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ ഡിസ്ക്രിമിനന്റ് കാൽക്കുലേറ്റർ എന്തിനാ അലൗ ചെയ്യുന്നത്? ക്വിക്ലി ഇവാലുവേറ്റ് ദ നേച്ചർ ഓഫ് ദ റൂട്ട് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, then facilitating efficient problem solving algebra if you have specific coefficient by inputting specific coefficient into a discriminant calculator. But normally it's a verify whether requirements for roots and quadratic equation. നമുക്ക് evaluate ചെയ്ത solutions എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഡിസ്ക്രിമിനന്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ക്വിക്ലി ഇതിനെ നമുക്ക് അതിന്റെ നേച്ചർ ഓഫ് റൂട്ട്സ് വെച്ചിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്ത് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിംഗ് ആൾജിബ്ര നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആൾജിബ്രയിൽ. അപ്പൊ അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കോഎഫിഷ്യന്റുകളും ഇൻപുട്ടും ഔട്ട്പുട്ടോ കോഎഫിഷ്യന്റുകളും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ക്വിക്ലി റിസൾട്ട്സ് ചെയ്യുന്നതിന് വേണ്ടി ഡിസ്ക്രിമിനന്റ് കാൽക്കുലേറ്റർ മെത്തേഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട്സിനെ ആക്സസ് ചെയ്യും. അതാണ് ഇതിന്റെ റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ലാസ്റ്റ്ലി നമുക്ക് അതിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ എന്താണ് റൂട്ട് നമുക്ക് മെറ്റ് ചെയ്യുന്നു, അല്ലെ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കിട്ടും. അതാണ് ലാസ്റ്റ് ഇവാലുവേറ്റിംഗ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കിട്ടിയത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ 1 തന്നെ നമ്മുടെ പാർട്ട് 3 ആയിട്ട് കിടപ്പുണ്ട് കുറെ ടോപ്പിക്സ്. അതിനകത്ത് നോർമലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഹൈ ലെവൽ ലോ ലെവൽ ലാംഗ്വേജസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് പ്രോഗ്രാം സോൾവിംഗ് മെത്തേഡ്സുകൾ അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഇതില് പൈത്തൺ ഓഫർ ചെയ്യുന്ന ന്യൂമറസ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് ദാറ്റ് മേക്ക് ഇറ്റ് പോപ്പുലർ ചോയ്സ്. ഇപ്പൊ നമുക്കറിയാം ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള സാധനമാണ് പൈത്തൺ. അപ്പൊ അത് എന്തുകൊണ്ടാണ് അതിന്റെ കീ പോയിന്റ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസി ലേണിംഗ് ആണ്. പൈത്തൺ നമുക്കറിയാം സിമ്പിൾ ആണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, സിന്റാക്സ് വളരെ ഈസി ആണ്, നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്, റീഡബിൾ ആണ്, അതുപോലെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പമാണ്, കോഡ് ഓഫ് സ്റ്റേറ്റ്മെന്റുകൾ കുറവാണ്. ഇങ്ങനെ പറഞ്ഞ് കുറെ ലേണിംഗ് പ്രോസസ്സിൽ തന്നെ ഈസി ആയിട്ട് ഉള്ള ഒരു പ്രോഗ്രാം ലാംഗ്വേജ് ആണ് പൈത്തൺ. നെക്സ്റ്റ് വെർസറ്റൈൽ ആൻഡ് മൾട്ടി പാരഡിഗം. ദാറ്റ് മീൻസ് സപ്പോർട്ട് മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് പാരഡിഗം. സെവറൽ എൻവയോൺമെന്റൽ സപ്പോർട്ട്സ് നമുക്ക് നോർമലി പൈത്തൺ ഉണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ സപ്പോസ് കൺസിഡർ പ്രൊസീജിയർ ആയാലും കോൺസെപ്റ്റിലായാലും ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിലായാലും എല്ലാത്തിലും വേഴ്സറ്റൈൽ ആയിട്ടുള്ള മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഏത് പൈത്തൺ. ദേ ഹാവ് റിച്ച് ലൈബ്രറീസ് ആൻഡ് ഫ്രെയിം വർക്ക്സ്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഓൾറെഡി അറിയാം റിച്ച് ലൈബ്രറീസും ഫ്രെയിം വർക്ക്സുകളും ഉണ്ടായിരിക്കും. അതുപോലെ ഇതിനകത്ത് ഇറ്റ്സ് ഓഫൺ എക്സ്റ്റെൻസീവ് ലൈബ്രറീസ് ഉണ്ട്. അതായത് ഇപ്പൊ നംപൈ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, പാണ്ട ഉപയോഗിക്കുന്നതാണ്, മാറ്റ്പ്ലോട്ട്ലിബ് ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ ഫ്രെയിം ഇതിനകത്ത് നമ്മൾ സോൾവിങ്, അതായത് ഒരു പെർട്ടിക്കുലർ എന്താണ് ഇപ്പൊ ഗ്രാഫിക്കൽ മെത്തേഡ്സ് ആണെങ്കിലും പ്രോബ്ലം സോൾവിങ് ടെക്നിക്കുകളാണെങ്കിലും അതൊക്കെ നമ്മൾ പല പല ലൈബ്രറീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഇമ്പോർട്ട് മാത്ത് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട്, അതൊരു ടൈപ്പ് ഓഫ് ലൈബ്രറിയാണ്. അതേപോലെ നംപൈ, പാണ്ടാസ്, മാറ്റ്പ്ലോട്ട് അതൊക്കെ ഇതിന്റെ ലൈബ്രറീസ് ആയിട്ട് പറയാം. അതുപോലെ ഫ്രെയിം വർക്ക് നമുക്കറിയാം, ഫ്ലാസ്കും അതുപോലെ ഡിജാങ്കോയും ഒക്കെ ഇതിന്റെ ഫ്രെയിം വർക്ക് സൈഡാണ് ഏതെന്ന് പറയുന്നത് പൈത്തന്റെ. അതുപോലെ ഇത് ഡൊമൈൻസുകള് വെബ് ഡെവലപ്മെന്റ്സില്, ഡേറ്റ അനാലിസിസ് പ്രോസസ്സില്, മെഷീൻ ലേണിംഗ്സില്, ഓട്ടോമേഷൻസിലൊക്കെ നമ്മൾ പവർഫുൾ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു എൻവയോൺമെന്റ് ആണ് ഇതിന്റെ. അതുകൊണ്ട് തന്നെ ഈ ലൈബ്രറീസ് എന്ന് പറയുന്ന ഒരു റിച്ച് സോഴ്സ് തന്നെയായിട്ട് നമുക്ക് പറയാം. ഫോർത്ത് വൺ ദാറ്റ്സ് എ സ്കെയിലബിലിറ്റി ആണ്. Python that's a scalable because allow developers to start with a small script. ഡെവലപ്പേഴ്സിൽ അതിന്റെ ഡെവലപ്മെന്റ് സൈഡ് നമ്മൾ പറയുവാണെങ്കിൽ അത് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ വേയിൽ സ്ക്രിപ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. ബിക്കോസ് ഗ്രാജുവലി ഇറ്റ്സ് ബിൽഡ് എ ലാർജർ ആൻഡ് മോർ കോംപ്ലക്സ് ആപ്ലിക്കേഷൻ. അത് ഈ സ്ക്രിപ്റ്റിംഗ് ചെറുതാണെങ്കിൽ പോലും നമുക്കൊരു വലിയ ആപ്ലിക്കേഷൻസിനെ സോൾവ് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ട് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് ഏതെന്ന് പറയുന്നത് ഇത്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ബോത്ത് ലാർജ് കോർപ്പറേഷൻസ് ഫോർ ഡെവലപ്പിംഗ് സ്കേലബിൾ സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ ഇത് നമുക്കറിയാം ഏത് ടൈപ്പിലുള്ള, അതായത് സിമ്പിൾ ടൈപ്പ് ടു ഹയർ ടൈപ്പ് വരെയുള്ള സ്കേലബിൾ സൊല്യൂഷൻസിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനും ഒക്കെ നമ്മളിത് സ്കേലബിലിറ്റി യൂസ് ചെയ്യാം. Then fifth one is cross-platform compatibility ആണ്. Cross-platform compatibility means runs on various operating system. Suppose Windows,
അല്ലെങ്കിൽ macOS ലിനക്സ് ഇതിലെല്ലാം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പ് ഡിഫറെന്റ് എൻവയോൺമെന്റിൽ ഇത് വർക്ക് ചെയ്യും. അതൊക്കെ പ്രത്യേകതയാണ്. സ്ട്രോങ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട്. ദാറ്റ് മീൻസ് ബൂട്ട്സ് large and active community to contribute to a wealth of resources. ഇപ്പൊ ലൈക്ക് ട്യൂട്ടോറിയൽസ് ആണ്, ഫോറംസ്, അതൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. മെയിൻലി ഇറ്റ്സ് ലേണിംഗ് ആൻഡ് പൈത്തൺ ഫോർ യൂസിങ് പ്രോബ്ലം സോൾവിങ്. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി സപ്പോർട്ട് കിട്ടുന്നതും അതുപോലെ പ്രോബ്ലം സോൾവിങ് ടെക്നിക്ക് എൻഹാൻസ് ചെയ്യുന്നതും ലേണിംഗ് എൻഹാൻസ് ചെയ്യുന്നതും പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് പൈത്തൻ്റെത്. നമുക്കറിയാം, സൈറ്റിൽ കയറിയാൽ തന്നെ നമുക്ക് അതിനകത്തുള്ള ഓവറോൾ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം റണ്ണിങ് പ്രോസസ്സ് സ്ട്രോങ് ആയിട്ട് ചെയ്യാം. അടുത്ത ഇന്റഗ്രേഷൻ കേപ്പബിലിറ്റീസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പൈത്തൺ ഈസിലി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതർ ലാംഗ്വേജസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടെക്നോളജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പൈത്തൺ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു ഹൈബ്രിഡ് സൊല്യൂഷൻ ബിൽഡ് ചെയ്യണമെങ്കിലോ ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് ഇതിനകത്ത് നോർമലി എന്ത് ചെയ്യാൻ പറ്റും, ഈ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് അപ്പൊ CPP ജാവയേക്കാളും കൂടുതൽ നമുക്ക് ഇതിനകത്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതില് ഓൾറെഡി പൈത്തണിൽ നമുക്ക് ഡേറ്റാബേസസ് ചെയ്യാം. വെബ് സെർവർ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റിംഗ് പോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാം. ഫ്രെയിംവർക്ക് ചെയ്യാം. ഇതിൽ അതർ കോണ്ടാക്ട്, അതായത് അതർ സിസ്റ്റത്തിൽ നിന്ന് ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്യാം. ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇതൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി പൈത്തൺ, അതിനകത്ത് വേരിയബിൾസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. വേരിയബിൾ എന്ന് പറയുന്ന ഒരു നെയിമാണ്. ദാറ്റ്സ് റെഫർ ടു വാല്യൂ ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിലെ ഒരു കറസ്പോണ്ടിങ് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്ന നെയിമിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കുക. വേരിയബിളിന് സാധാരണ നമ്മൾ മെമ്മറി അലോക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ A=10 എന്ന് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ A എന്ന് പറയുന്ന ഒരു വേരിയബിൾ അതിന് മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ അതിനൊരു സ്പേസ് അലോക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇനി നമ്മൾ വേരിയബിൾ ഈസ് എ നെയിം വിച്ച് ഈസ് യൂസ്ഡ് ടു റെഫർ മെമ്മറി ലൊക്കേഷൻ. വേരിയബിളിനെ നമ്മൾ ഐഡന്റിഫയർ എന്ന് വിളിക്കും. അല്ലെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്തിട്ടുള്ള വാല്യൂസിനെ ഒക്കെ ബേസ് ചെയ്ത് നമുക്ക് കൊടുക്കാം. പൈത്തണിൽ വി അസൈൻ എനി വാല്യൂ ടു ദ വേരിയബിൾ, ദാറ്റ് വേരിയബിൾ ഈസ് ഡിക്ലെയർ ഓട്ടോമാറ്റിക്കലി. വേരിയബിളിനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിക്ലെയർ ചെയ്യാം, അസൈൻ ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. യൂസർ ഡിഫൈൻഡ് ആയിട്ട് ചെയ്യപ്പെടുന്ന സാധനമാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഡേറ്റയുടെ കപ്പാസിറ്റി അനുസരിച്ച്, അല്ലെങ്കിൽ ഡേറ്റ ഏത് ടൈപ്പ് ആണെന്നനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യും. ഒരു ഫ്ലോട്ട് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 20.5 എന്ന് കൊടുക്കണമെങ്കിൽ A=20.5, B= ഒരു ഇന്റിജർ വാല്യൂ കൊടുക്കണമെങ്കിൽ B=15. സ്ട്രിങ് കൊടുക്കണമെങ്കിൽ നമ്മൾ സിംഗിൾ കോട്ട്സ്, ഡബിൾ കോട്ട്സ്, ട്രിപ്പിൾ കോട്ട്സിൽ നമ്മൾ സ്ട്രിങ് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നോർമൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ഡബിൾ വാല്യൂ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്തും നമ്മൾ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഡിക്ലറേഷന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്പർ 1 എന്ന് പറഞ്ഞ num1 എന്ന് പറയുന്നതാണ് ആ ഒരു കീ കൊടുത്തിരിക്കുന്നത്. num1 = 5, x = 10 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. s = വെൽക്കം, ഇങ്ങനെയാണ്. അപ്പൊ ലിസ്റ്റ് ദ റൂൾസ് ടു ക്രിയേറ്റ് വേരിയബിൾ ഓർ ഐഡന്റിഫയർ ഇൻ പൈത്തൺ. റൂൾസ് ടു ഡിക്ലെയർ എ വേരിയബിൾ ഇൻ പൈത്തൺ. എന്തൊക്കെയാണ് റൂൾസ് ശ്രദ്ധിക്കേണ്ടത്? ഒരു വേരിയബിൾ ഇറ്റ്സ് ഓൺലി കണ്ടെയ്ൻ ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, അണ്ടർസ്കോർ. ഇത് എടുക്കാം. 2, വേരിയബിൾ നെയിംസ് സ്റ്റാർട്ട് ചെയ്യണം എപ്പോഴും ലെറ്ററിലോ അണ്ടർസ്കോറിലോ ആയിരിക്കണം. പിന്നെ വേരിയബിൾസ് ഒരിക്കലും നമ്പേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേരിയബിൾസ് ആർ കേസ് സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ ഇപ്പൊ അപ്പർ കേസ് ലോവർ കേസിൽ 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേസ് സെൻസിറ്റീവ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ എക്സാമ്പിൾസ്, ഒരു വാലിഡ് ആയിട്ടുള്ള ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് എങ്ങനെ നമുക്ക് കൊടുക്കാൻ നോക്കാം. ഒരു ഐഡന്റിഫയർ, നമ്മളെ ടോട്ടൽ സെയിൽ എന്ന് പറയുന്ന ഒരു ഐഡന്റിഫയർ കൊടുത്തിട്ടുണ്ട്. ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഖലീഫ ഇത് പോസിബിൾ ആണോ? ടോട്ടൽ സെയിൽസ്. Yes. Okay, total underscore sales. Yes. Total dot ഒന്നും വെക്കാൻ പാടില്ലല്ലോ. നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്തില്ല. ദെൻ ടോട്ടൽ സെയിൽസ് ഹാഷ്, അതുപോലെ ഡോളർ സൈൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ആകെ യൂസ് ചെയ്യാമെന്ന് തന്നെ 2 വേർഡ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് അണ്ടർസ്കോർ യൂസ് ചെയ്യാം. ഇതാണ് ആകെയുള്ള ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഇതിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന്
കംപ്ലീറ്റ് ചെയ്തൊന്ന് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ ബൈ.